രാവിലെ മഴ. രാവിലെ എന്ന് വെച്ചാൽ സമയം 11:30 ആയി. കുളിച്ചില്ലടി? കുറച്ചു മുമ്പ് അച്ഛൻ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. എന്നാ ഇത്ര അത്യാവശ്യം 3 ദിവസം കൂടി കുളിക്കുന്നവർക്ക് ഇപ്പൊ അത്യാവശ്യം തന്നെടി മോത്തൊക്കെ എന്തിന് നീ ഇവിടെ പോവാ? എടി ചോറ് വെച്ച് കറിയും വെച്ചിട്ട് അവിടെ അതെ മീനുണ്ടല്ലോ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, അത് വറക്കാൻ കഴിയല്ല. എന്നിട്ട് കറിയില്ലെന്ന് പറഞ്ഞ് ചമ്മന്തി അരയ്ക്കാൻ പോവാ. വേറെ അവിടെ ഇരിക്കുന്ന സാധനം ഉണ്ടാക്കാൻ പറ്റത്തില്ല. പോയി കുളിക്ക. ചോറും ഇല്ല, ഒന്നുമില്ല. അതിനാ ചോറ് ഇല്ലാത്തതിനാ ഞാൻ പറഞ്ഞാണല്ലോ കുക്കറെ വെക്കാൻ, അല്ലെങ്കിൽ ഗ്യാസ് വെക്കാൻ. ആ കാര്യമുണ്ടോ? ഉള്ള കാര്യം. എന്നിട്ടിപ്പോ പട്ടിണി പോകുന്നതിനും ഭേദമല്ലേ ഉള്ളത് കൊടുത്തു വിടായിരുന്നു കേട്ടോ. കിട്ടി കിട്ടി. ഇത് മീൻ വറുത്ത് വെച്ചിട്ടുണ്ടോ? തിന്നാൻ തോരൻ. അതുകൊണ്ടാ പോന്നെ. മനസ്സിലാക്കിയില്ലേ? യജാൻ നീ എപ്പോഴും ശവണമായിട്ട് അലട്ടുന്ന യജാൻ കാണുന്ന സങ്കടമാ. അതാണ് യജാൻ ഇവിടുന്ന് പോന്നെ. അതാദ്യം മനസ്സിലാക്കും. എന്നാ ശരി. എന്നിട്ട് ശ്യാമളമ്മ തന്നെ അലട്ടുന്ന ശ്യാമളമ്മ പോവാത്തെ? ശ്യാമളമ്മ പോകത്തില്ല. പിള്ളേരെ ഉദ്ദേശിച്ച് എന്നോടും പിള്ളേരുടെ സ്നേഹം കൊണ്ടാ പോകാതിരിക്കുന്നത്. എന്ത് സ്നേഹം ഇവിടെ നടക്കുന്നത്? സ്നേഹമുണ്ട്. അത് ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട്. ആദ്യം പോയി കുളിക്കാൻ പറ നമ്മൾ നിന്റെ അമ്മയോട്. കുളിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. കുളിക്കാതെ രോഗം പരത്തിക്കൊണ്ടില്ല, ജലദോഷവും ചുമയൊക്കെ കുളിച്ചിട്ട് ഞങ്ങൾ എന്നാ കാണിച്ചാൽ മിണ്ടിയല്ലേ? പിന്നെ ഒന്നും മിണ്ടത്തില്ല. എന്നെ പോലെ ഞാൻ ഇന്നലെ കുളിച്ചു. ഇന്നലെ കുളിച്ചോ? എല്ലാരും ഇന്നലെയും കുളിച്ചതാ. ഞാൻ രാവിലെ കുളിച്ചായിരുന്നു. ആണോ? എല്ലാരും രാവിലെ ഇന്നലെ വൈകിട്ടൊക്കെ കുളിച്ചവരാ. ചേട്ടാ ഇപ്പോഴാണോ കുളിച്ചത്? എന്നിട്ടാണ് ഡയലോഗ് അടിക്കുന്നത്. നീയോ? ആദ്യം കുളിച്ചാരാ ഈ വീട്ടിൽ? ഈ വീട്ടിൽ ആദ്യം കുളിച്ചാരാ? 2 മണിയായപ്പോ നീ വിളിച്ചത് ആദ്യം. ആണല്ലോ. ഇതുവരെ ആരും കുളിക്കാൻ. 2:10 ശാനാരായണി. നീ നിന്റെ അമ്മയെ കണ്ടു പഠിക്കുന്നല്ലേ? അല്ല, അമ്മ കുളിക്കാതെ എന്നോട് ആരാ പറഞ്ഞേ? വൈകിട്ട് കുളിക്കുള്ളതേ ഉള്ളൂ. ഇന്ന് 3 ദിവസം കൂടുമ്പോ ഒരു വൈകിട്ട് കുളിക്കും. വിറയില്ലാത്തോണ്ട് ഗ്യാസ് വെച്ചോളാൻ പറഞ്ഞാ. എന്നിട്ട് ഇതേ വെക്കും. എന്നിട്ട് തീരെ ഇത് കത്തിക്കത്തുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കും ഫോണും നോക്കി. എന്നിട്ട് ഇത് ഇവിടെ നിന്ന് തന്നെ വെക്കുമോ? ഗ്യാസിലാണ് അത് തന്നെ കിടന്ന് കത്തിക്കോളും. ഇവിടെ തീ കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ തീ കത്തിച്ച് കൊടുക്കണം, അല്ലാതെ തീ ഉമ്മ കിടന്ന് കത്തത്തില്ല. കാപ്പിയോ ചോറ് പോലും കൊടുത്തില്ലേ?
ചോറ് കൊടുക്കാൻ ഞാൻ എന്നാന്ന് പറഞ്ഞുതരാമോ വെന്തളിയും അവിടെ കിടന്ന് അടുപ്പ കിടന്ന ചോറ്. അവിടെ കിടന്നോട്ടെ, നീ കഞ്ഞി കുടിച്ചാൽ മതി, അത് വെന്ത് പോയി. നീ ഊറ്റൊന്നും വേണ്ട, ഇത്ര നേരമായി. ഉടക്കാൻ വഴി ഒന്ന് പോവാം. മുടി കെട്ടി വെക്കാമോ? ചെറുതിനകത്ത് എടുത്തു. പോയേക്കോ ആ കൊച്ചിനെ സാധനം എടുത്ത് കൊടുത്ത് അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ടി എന്നാ പട്ടിക്ക് കൊടുക്കാൻ വേണ്ടി സമ്മതിക്കല്ലേ? ആദ്യം കൊച്ചെന്ന് പറഞ്ഞു, ഇപ്പൊ പട്ടിയായി. ഇതെന്താ ഇങ്ങോട്ട് കിടക്കുന്നത്? ഇവിടെ വന്നേ, ഇത് കണ്ടോ? ആ പറഞ്ഞു പോയി കാണും. ആ കാറ്റടിച്ച് പോയതാ. ആ മേളിൽ കെട്ടി വെച്ചിരുന്ന അത് കനം കാരണം പോയതാ. ആ ബുക്ക് കേട്ടാ. അങ്ങനെ വിട്ടാ കൊള്ളത്തില്ല, ഞാൻ വിട്ടേക്ക്. അങ്ങനല്ല. ഓ ഇത് വേറെ നമ്മളെ ഒരു പോലെ തന്നെയാണല്ലോ പോയത്. ഈ KSRTC കാണുമ്പോൾ ഒരു സുഖം, സന്തോഷമാണ്. ലോങ് പോകാൻ KSRTC മാത്രം പതിയെ പോണേ ചേട്ടാ. ആ നല്ലത്. വെള്ളമൊക്കെ ഉണ്ടല്ലോ. നമുക്ക് അവിടുത്തെ വിശ്രമ കേന്ദ്രത്തിൽ ഒരു ദിവസം പോകണം. എന്നിട്ട് അവിടെ പോയി ഒരു ചൂണ്ടയിടുന്നുണ്ടോ? ഇതുണ്ടോ? ഇത് കൊള്ളാമല്ലോ. റാണിയുടെ പ്രോഗ്രാമിന് കമ്മലെടുക്കാൻ വന്ന അത് എല്ലാവർക്കും ഒരുപോലത്തെ ഒരേ കളർ വേറെ ആയാലും കുഴപ്പമില്ലല്ലോ. കളർ ഒരുപോലത്തെ കിട്ടാൻ പാടായിരിക്കും. ഇത് കൊള്ളാം. പോണിങ്ങ നാരായണി വിളിച്ചോ? എന്നാത്തിനാ? ഞാൻ എടുത്തല്ലോ. ആ ആറേ അതാ
ഇപ്പോൾ അടുക്കള മിക്കവാറും ഇവിടെ നനയോ അതൊന്ന് ശരിയാക്കാനുള്ള സമയം പോലും കിട്ടുന്നില്ല. സമയവും കിട്ടുന്നില്ല, സമയം മാത്രം കിട്ടിയാൽ പോരാ. ബാ എവിടെ ചോദിക്കാന്ന് പറഞ്ഞേ? ഇവരുടെ തന്നെ ആ ഇടവഴിയിൽ പഞ്ചാരമുക്കിലില്ലേ അവിടെ. ഇതാണ് ഇവിടുത്തെ പഞ്ചാരമുക്ക്. വാ കയറി കയറി. വേണ്ട കിടക്കുന്നു. ഇവിടെ ഞാൻ ചോദിച്ച പക്ഷെ ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ ഞാൻ ഓർത്തെ നിങ്ങൾക്ക് എന്നെ ഇതാണെന്നറിയാം. ചുമ്മാ ഞാനൊക്കെ എന്നെ ഇതാക്കാൻ ഉണ്ട് നേരടെ. ഇവിടെ എനിക്ക് അവിടെ വരെ പോകണം. എവിടെ? 2 ഇത് മേടിക്കണം. എന്നാ നാരങ്ങ മേടിക്കണം 2 മാല എന്നാ ചെയ്യുന്നേ? നാരായണയും കൊണ്ട് ഒരു മാല എടുക്കാനും കമ്മലെടുക്കാനും വന്നിട്ട് ഈ മുണ്ടക്കയത്തെ എല്ലാ കടകളും ഞാൻ നിരങ്ങി. എൻ്റെ പൊന്നെ, നാരായണയും കൊണ്ടൊന്ന് ഷോപ്പിങ്ങിന് പോയതാ. ഞാൻ പകലാണ് പോയത്, പാതിരാത്രിയായി. അതങ്ങനെ അതിനകത്ത് കട കയറിയിട്ട് ഇരുട്ടത് പോലും അറിഞ്ഞില്ല. ഒരു ഡാൻസ് പ്രോഗ്രാം വന്നാൽ പിന്നെ വീട്ടിലിരിക്കാൻ സമയമില്ല. ഒരേ പോലത്തെ കമ്മലും ഒരേ പോലത്തെ മാലയും തപ്പിയാണ് ഇത്രേ സമയം കഴിഞ്ഞ്. അതെയാ?